ഇടുക്കി തൊടുപുഴ പടിഞ്ഞാറെ കൊടിക്കുളത്ത് ശക്തമായ കാറ്റിൽ വൻ നാശം. ഏക്കർ കണക്കിന് റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷി നശിച്ചു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ കടപുഴകി വീണു. ആൽവിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. ആൽവിൻ, വലിയ ശക്തമായ കാറ്റും മഴയും ഇപ്പോഴും തുടരുകയാണോ? എന്താണ് സ്ഥിതി? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ ശക്തമായ കാറ്റും മഴയും തൊടുപുഴ ഓറഞ്ച് മേഖലയായ തൊടുപുഴയുടെ ഏതാണ്ട് ഒരു ഹില്ലി ഏരിയയാണ് ഈ പറയുന്ന പടിഞ്ഞാറെ കോടിക്കുളം എന്ന് പറയുന്ന സ്ഥലം. വലിയ ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷം വീശിയത്. വലിയ തരത്തിൽ ശക്തമായ മഴയും ആ സമയത്തുണ്ടായിരുന്നു. നിരവധി ഏക്കറിലുള്ള കൃഷിയാണ് ഇവിടെ നശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് റബ്ബർ അടക്കമുള്ള നിരവധി നൂറുകണക്കിന് റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണതായിട്ടുള്ള ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പ്രദേശം ആകെ വലിയ തോതിൽ ശക്തമായ കാറ്റാണ് വീശിയത്. ഏതാണ്ട് 2 മിനിറ്റ് 3 മിനിറ്റ് മാത്രമാണ് ഈ ശക്തമായ കാറ്റ് നിന്നിരുന്നെങ്കിൽ ആ പ്രദേശം ആകെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പടിഞ്ഞാറെ കോടിക്കുളത്തിന് സമീപമുള്ള കാളിയാറ്, അതോടൊപ്പം തന്നെ വണ്ണപ്പുറം, അതോടൊപ്പം തന്നെ നെയ്യശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിരവധി റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ ഒടിഞ്ഞു വീണു. അതോടൊപ്പം തന്നെ നിരവധി വൈദ്യുതി പോസ്റ്റുകൾക്കും തകരാറ് വന്നിട്ടുണ്ട്. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. ഫയർഫോഴ്സ് ഇപ്പോഴും ആ പ്രദേശത്ത് എത്തി ഇത് നീക്കം ചെയ്യുകയാണ്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികൾ തുടരുകയാണ്. ഈ പ്രദേശത്താകെ വൈദ്യുതി നിലച്ച അവസ്ഥയാണ്. അതിന് KSEB അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ തുടരുകയാണ്. ഗതാഗതം ഏതാണ്ട് ഭാഗികമായി മാത്രമാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. പടിഞ്ഞാറെ കോടിക്കുളം, അതോടൊപ്പം തന്നെ കാളിയാർ, വണ്ണപ്പുറം, നെയ്യശ്ശേരി തുടങ്ങിയ മേഖലകളിലാണ്. തൊടുപുഴയുടെ ഏതാണ്ട് ഹൈറേഞ്ച് മേഖലയിലേക്ക് പോകുന്ന ഇടം. അവിടെയാണ് അതിശക്തമായ കാറ്റ് ഉച്ചയ്ക്ക് ശേഷം വീശിയത്. വലിയ ശക്തമായ മഴയും ഉണ്ടായിരുന്നു. പക്ഷേ വീടുകൾക്ക് നാശം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ആശ്വാസമാണ്. ബിനിൽ. ഓക്കെ, താങ്ക് യു. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. വ്യാപകമായ കൃഷിനാശം, ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചിരിക്കുന്നത് തൊടുപുഴയിൽ.